Next, strain energy method fourth question. Analyze the portal frame with hinged base loaded as shown in figure by strain energy method and sketch the bending moment diagram. So നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഒരു ഫ്രെയിം തന്നിട്ടുണ്ട്. ആ ഫ്രെയിമിന് രണ്ട് കോളംസും ഒരു ബീമും ആണുള്ളത്. ബീം പോർഷൻ ബി സിയിൽ 30 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന യു ഡി എൽ ആക്ട് ചെയ്യുന്നു. പോയിന്റ് ബിയിൽ അല്ലെങ്കിൽ ജംഗ്ഷൻ ബിയിൽ 40 കിലോ ന്യൂട്ടൺ എന്ന ഒരു പോയിന്റോട് ആക്ട് ചെയ്യുന്നു. എ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ, ബി സി എന്ന് പറഞ്ഞ പോയിന്റ് സ്പാനിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ 2 ടൈംസ് ഐ ആണ്. സി ഡി എന്ന് പറഞ്ഞ സ്പാനിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ. ഇനി എ എന്ന് പറഞ്ഞ സപ്പോർട്ടും ഡി എന്ന് പറഞ്ഞ സപ്പോർട്ട്സും ഹിഞ്ചഡ് സപ്പോർട്ട്സ് ആണ്. ഹിഞ്ചഡ് സപ്പോർട്ട്സിൽ രണ്ട് റിയാക്ഷൻസ് ആണ് ഉണ്ടാകുന്നത്. വെർട്ടിക്കൽ റിയാക്ഷൻ വി എ ആൻഡ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ എച്ച് എ at support A. Support D യിൽ vertical reaction D and horizontal reaction VD and horizontal reaction HD. Degree of indeterminacy calculate ചെയ്യാനായിട്ട് number of unknown reactions minus number of equilibrium equation. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എത്ര അൺനോൺസ് ആണുള്ളത്? എ എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ 2 അൺനോൺസ്, ഡി എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ 2 അൺനോൺസ്. അപ്പോൾ ടോട്ടൽ നമ്പർ 4 അൺനോൺസ് ഇൻ ദ ഗിവൺ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് എത്ര ഇക്വിലിബ്രിയം ഇക്വേഷനേ ഉള്ളൂ? 3 ഇക്വിലിബ്രിയം ഇക്വേഷനേ ഉള്ളൂ. So therefore degree of indeterminacy is equal to number of unknowns minus number of equilibrium equations. Number of unknowns 4 minus number of equilibrium equations 3. അപ്പോൾ 4 minus 3, degree of indeterminacy 1. Degree of indeterminacy 1. Single degree of indeterminacy ആണുള്ളത്. ഇനി നമുക്ക് നാലാമത്തെ, അതായത് സിംഗിൾ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനൻസി 1 വന്നാൽ നമുക്ക് എന്താ മീൻ ചെയ്യേണ്ടത്? 3 ഇക്വിലിബ്രിയം ഇക്വേഷൻ്റെ കൂടെ അഡീഷണൽ ഒരു ഇക്വേഷനും കൂടി വേണം നമുക്ക് ഈ ഫ്രെയിം സോൾവ് ചെയ്യാനായിട്ട്. ആ നാലാമത്തെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. നാലാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന ബീമിലെ ഏതെങ്കിലും ഒരു അൺനോൺ ഒരു റിഡൻഡന്റ് റിയാക്ഷൻ കമ്പോണൻ്റ് ആയിട്ട് അസ്യൂം ചെയ്യണം. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഹൊറിസോണ്ടൽ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ വെർട്ടിക്കൽ റിയാക്ഷൻ എയും വെർട്ടിക്കൽ റിയാക്ഷൻ ഡിയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സിഗ്മ വി ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ വെച്ചിട്ട് വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് എ, വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് ഡി കാൽക്കുലേറ്റ് ചെയ്യാം. സിഗ്മ വി ഈസ് ഈക്വൽ ടു 0യും സിഗ്മ എം ഈസ് ഈക്വൽ ടു 0യും വെച്ച് വെർട്ടിക്കൽ റിയാക്ഷൻ എയും വെർട്ടിക്കൽ റിയാക്ഷൻ ഡിയും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ റിഡൻഡന്റ് റിയാക്ഷൻ ആയിട്ട് ഒന്നുകിൽ എച്ച് എ എടുക്കാം അല്ലെങ്കിൽ എച്ച് ഡി എടുക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഡി സപ്പോർട്ടിലെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ എച്ച് ഡി ഒരു റിഡൻഡന്റ് റിയാക്ഷൻ ആയിട്ട് അസ്യൂം ചെയ്തു. എന്നിട്ട് ആ എച്ച് ഡിക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രെയിൻ എനർജി ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുവാണ്. അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് കാസ്റ്റിഗ്ലിയാനോസ് ഫസ്റ്റ് തിയറം ഡി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് അപ്ലൈ ചെയ്തു. അവിടെ നിന്ന് നമ്മൾ സ്ട്രെയിൻ എനർജി ഇക്വേഷൻ ഡിറൈവ് ചെയ്തു ഫോർ റിഡൻഡന്റ് റിയാക്ഷൻ എച്ച് ഡി. ആ ഇക്വേഷനാണ് 1/EI integral 0 to L m into dou m by dou HT. എച്ച് ഡി എടുക്കാൻ കാര്യം ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഡി ആണ് റിഡൻഡന്റ് റിയാക്ഷൻ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തത്. ഇൻറ്റു ഡി എക്സ് ഈസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് നമ്മൾ വെർട്ടിക്കൽ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. വെർട്ടിക്കൽ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ വി എ പ്ലസ് വി ബി മൈനസ് 30 into 5. 30 എന്ന് പറഞ്ഞ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആയതുകൊണ്ട് അതിനെ പോയിന്റ് ലോഡ് ആക്കാൻ 30 into 5. അപ്പോൾ വി എ പ്ലസ് വി ഡി മൈനസ് 30 into 5 ഈസ് ഈക്വൽ ടു 0. അവിടെ നിന്ന് വി എ പ്ലസ് വി ഡി ഈസ് ഈക്വൽ ടു 150 എന്നുള്ള ഇക്വേഷൻ എഴുതി. നമുക്ക് രണ്ടാമത്തെ ഇക്വിലിബ്രിയം ഇക്വേഷൻ മൊമെന്റ് എബൌട്ട് എ ഈസ് ഈക്വൽ ടു 0. എ എന്ന് പറഞ്ഞ പോയിന്റിലെ മൊമെന്റ് കൺസിഡർ ചെയ്യുവാണ്. മൊമെന്റ് സം ഓഫ് മൊമെന്റ് എബൌട്ട് എ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ 40 into 4 പ്ലസ് 30 into 5 into 2.5 മൈനസ് വി ഡി into 5 ഈസ് ഈക്വൽ ടു 0. സോ ആ ഇക്വേഷനകത്ത് നമുക്ക് വി ഡിയുടെ വാല്യൂ കിട്ടി 107 കിലോ ന്യൂട്ടൺ ആൻഡ് വി എ 43 കിലോ ന്യൂട്ടൺ. 107 നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി എയുടെ വാല്യൂം കിട്ടിയപ്പോൾ നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻ വി എയും
വി ഡിയും കാൽക്കുലേറ്റ്. വെർട്ടിക്കൽ റിയാക്ഷൻ വി എയും വി ഡിയും കാൽക്കുലേറ്റ് ചെയ്തു. വി എ 43 കിലോ ന്യൂട്ടൺ, വി ഡി 107 കിലോ ന്യൂട്ടൺ. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഡിയും ഹൊറിസോണ്ടൽ റിയാക്ഷൻ എയും കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ ഡെവലപ്പ് ചെയ്ത നാലാമത്തെ ഇക്വിലിബ്രിയം ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് എച്ച് ഡി ആണ്. അപ്പോൾ എച്ച് ഡി കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഡി സിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു സെക്ഷൻ എടുത്തു അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം സപ്പോർട്ട് ഡി. ഇനി എബൌട്ട് സെക്ഷൻ എക്സ് എക്സിൽ നമുക്ക് ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യണം. എബൌട്ട് സെക്ഷൻ എക്സ് എക്സിൽ ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ നേരത്ത് വെർട്ടിക്കൽ റിയാക്ഷൻ്റെ എഫക്റ്റ് ഈ സെക്ഷനിൽ വരില്ല, ബിക്കോസ് ദർ ഈസ് നോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇനി എച്ച് ഡിയുടെ മൊമെൻറ്റ് എബൌട്ട് ദ സെക്ഷൻ എക്സ് എക്സ്. അപ്പോൾ എച്ച് ഡിയുടെ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എച്ച് ഡി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 4 ഇൻറ്റു എച്ച് ഡി. ഇനി ഇതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും? ഈ മൊമെൻറ്റ് വന്ന് ഇവിടെ തട്ടുമ്പോൾ ഗിവൺ കോളം പുറത്തേക്കാണ് പോകുന്നത്, പുറത്തേക്ക് ബെൻഡ് ചെയ്യാണ്. അപ്പോൾ ഔട്ട്വേർഡ്സ് ബെൻഡിങ് ആണെങ്കിൽ നമുക്കത് ഹോഗിങ് ആയിരിക്കും, നെഗറ്റീവ് മൊമെൻ്റ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. സോ മൈനസ് എച്ച് ഇൻറ്റു ഡി. ഇനി ഡോ എം ബൈ ഡോ എച്ച് ഡി ചെയ്യുവാണ്. ഡോ എം ബൈ ഡോ എച്ച് ഡി ചെയ്യാൻ ഇതിനെ പാർഷ്യലായിട്ട് ഡിറൈവ് ചെയ്തു. പാർഷ്യൽ ഡിറൈവ് ചെയ്തപ്പോൾ മൈനസ് എക്സ്. ഇ ഐയുടെ വാല്യൂ ഇ ഐ എന്ന് തന്നെയാണ്. ഈ അടുത്ത സ്പാൻ സി ബി എന്ന് പറഞ്ഞ സ്പാൻ, സി ബി എന്ന് പറഞ്ഞ സ്പാനിൽ നമ്മൾ സെക്ഷൻ കട്ട് ചെയ്തു. സെക്ഷൻ കട്ട് ചെയ്തിട്ട് സി ആണ് ഒറിജിനായിട്ട് എടുത്തത്. സിന്ന് സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് എക്സ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത്രയും പോർഷൻ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻ ഡിയുടെ എഫക്റ്റ് വരും, എച്ച് ഡിയുടെ എഫക്റ്റ് വരും, ഈ തന്നിരിക്കുന്ന യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ എഫക്റ്റ് വരും. ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ വാല്യൂ 30 കിലോ ന്യൂട്ടൺ ആക്ടിങ് അറ്റ് എ സ്പാൻ ഓഫ് എക്സ് മീറ്റേഴ്സ്. അപ്പോൾ പോയിന്റ് ലോഡ് ആക്കുമ്പോൾ ഒരു 30 ഇൻറ്റു എക്സ് എന്നൊരു പോയിന്റ് ലോഡ് ഇവിടെ ആക്ട് ചെയ്യും. അപ്പോൾ അത് ആക്ട് ചെയ്യുന്നത് എക്സിൻ്റെ ഹാഫിലായിരിക്കും, എക്സ് ബൈ 2 ഡിസ്റ്റൻസ്. അപ്പോൾ മൊമെൻ്റ് എടുക്കുമ്പോൾ 30 ഇൻറ്റു എക്സ് ബൈ 2. ഇനി അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും? ഈ സെക്ഷനിൽ വന്ന് തട്ടുമ്പോൾ അത് ഹോഗ് ചെയ്യുകയായിരിക്കും. അപ്പോൾ മൈനസ് 30 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2. ഇനി അടുത്തത് എച്ച് ഡിയുടെ എഫക്റ്റ്. എച്ച് ഡിയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എബൌട്ട് ദ സെക്ഷൻ എന്ന് പറഞ്ഞാൽ 4 മീറ്റേഴ്സ്. എച്ച് ഡി എങ്ങനെ ആയിരിക്കും? ഇങ്ങനെ വന്ന് ഇവിടെ ഇടിക്കുമ്പോൾ ഹോഗ് ചെയ്യുകയായിരിക്കും. അപ്പോൾ മൈനസ് എച്ച് ഡി. ഈ വി ഡിയുടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വി ഡി ഈ കോളത്തിൽ കൂടെ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് ഇങ്ങനെ തട്ടുമ്പോൾ അവിടെ എന്ത് ചെയ്യും? സാഗ് ചെയ്യും. സാഗ് ചെയ്താൽ പോസിറ്റീവ്. ഇനി വി ഡിയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മൈനസ്, അപ്പോൾ മൈനസ് വി ഡി ഇൻറ്റു എക്സ്. സോ ഇക്വേഷൻ നമുക്ക് നോക്കാം. 107 ഇൻറ്റു എക്സ് മൈനസ് 4hd മൈനസ് 30 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2. 30 ബൈ 2നെ ഡിവൈഡ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? അതിനെ പാർഷ്യൽ ഡിറൈവ് ചെയ്യുന്നു. പാർഷ്യൽ ഡിറൈവ് ചെയ്യാൻ ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈമിനകത്തും എച്ച് ഡി ഇല്ലാത്തതുകൊണ്ട് 0. 4hd പാർഷ്യൽ ഡിറൈവ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എച്ച് ഡി. അപ്പോൾ -4. ഈ ഐക്കകത്ത് ഈ സ്പാനിൽ ഐയുടെ വാല്യൂ 2i ആയതുകൊണ്ട് 2 ഇൻറ്റു ഇ ഐ. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് പാർട്ട് ബി എന്ന് പറഞ്ഞ പാർട്ട്. ബി എന്ന് പറഞ്ഞ പാർട്ടിൽ സെക്ഷൻ കട്ട് ചെയ്തു എക്സ് എക്സ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ബി. ഇവിടെ നമ്മൾക്ക് ഫ്രം ബി ആണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് മെഷർ ചെയ്യുന്നത്? താഴെ നിന്നും എടുക്കാമായിരുന്നു, ഇവിടെ എടുക്കാഞ്ഞ കാര്യം എച്ച് എന്ന് പറഞ്ഞ ഹൊറിസോണ്ടൽ ഫോഴ്സ് അതിൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സെക്ഷൻ എടുത്തിട്ട് ഡിസ്റ്റൻസ് എക്സ് ഫ്രം ബി എന്ന് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ സെക്ഷനിലെ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതാനായിട്ട് 40 ഇൻറ്റു എക്സ്, 40 പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എക്സ്, അപ്പോൾ 40 ഇൻറ്റു എക്സ്. ഇതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും? ഇതിങ്ങനെ വന്ന് ഇവിടെ ഇരിക്കുമ്പോൾ പുറത്തേക്കായിരിക്കും ബെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്വേർഡ്സ് ബെൻഡിങ് ആണെങ്കിൽ നെഗറ്റീവ്, -40 ഇൻറ്റു എക്സ്. ഈ 30 കിലോ ന്യൂട്ടൻ്റെ എഫക്റ്റ് 30 ഇൻറ്റു 5 ആക്കാൻ പോയിന്റ് ലോഡ്. അപ്പോൾ 30 ഇൻറ്റു 5 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. 30 ഇൻറ്റു 5 എന്ന് പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത് ഇതിൻ്റെ എക്സാക്ട് സെൻറ്ററിലാണ്. അപ്പോൾ 30 ഇൻറ്റു 5 ഇൻറ്റു 2.5. അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും? ഇങ്ങനെ വന്നിടിക്കുമ്പോൾ ഔട്ട്വേർഡ്സ് ആണ് ബെൻഡ് ചെയ്യുന്നത്. ഔട്ട്വേർഡ്സ് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി നെഗറ്റീവ്.
ഇനി വി ഡിയുടെ എഫക്റ്റ്. വി ഡി എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഈ കോളത്തിൽ കൂടി ട്രാവൽ ചെയ്ത് വരുന്നു, ഇവിടെ വരുന്നു, ഇവിടെ വന്നിങ്ങനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ബി എന്ന് പറഞ്ഞ കോളം ഇൻവേർഡ്സ് ആണ്, ഉള്ളിലേക്കാണ് ബെൻഡ് ചെയ്യുന്നത്. ഉള്ളിലേക്ക് ബെൻഡ് ചെയ്താൽ പോസിറ്റീവ്. അപ്പോൾ 107 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 5. ഇനി നമുക്ക് ഒരു എച്ച് ഡിയും കൂടെ ഉണ്ട്. എച്ച് ഡി എങ്ങനെയായിരിക്കും? എച്ച് ഡി ഇങ്ങനെ വന്ന് ഇവിടെ സ്ട്രൈക്ക് ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങനെ വരികയാണ്, ഇവിടെ വന്ന് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യും. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ പുറത്തേക്കാണ് ബെൻഡ് ചെയ്യുന്നത്. പുറത്തേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂ. ഇനി എച്ച് ഡിയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, നമ്മൾ ഈ സെക്ഷൻ എടുത്തിരിക്കുന്നത് ടോപ്പിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ റിമൈനിങ് ഡിസ്റ്റൻസ് ആണ് എച്ച് ഡിയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ എച്ച് ഡി താണ്ട് ഇങ്ങനല്ലേ എച്ച് ഡി. അപ്പോൾ ഈ സെക്ഷനിൽ നിന്ന് ഈ ഡിസ്റ്റൻസ്, ഇത്രയും ഡിസ്റ്റൻസ് ആണ് എച്ച് ഡിയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതെന്ന് പറയുമ്പോൾ 4 - x. അപ്പോൾ എച്ച് ഡി ഇൻറ്റു 4 - x. എച്ച് ഡിയുടെ വാല്യൂ നെഗറ്റീവ് ആണെന്ന് വെച്ചാൽ എച്ച് ഡി ഇങ്ങനെ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഔട്ട്വേർഡ്സ് ആണ് ബെൻഡ് ചെയ്യുന്നത്. ഇക്വേഷൻ എഴുതിയൊക്കെ നോക്കാം. അതാണ്ട് -40 ഇൻറ്റു x -30 ഇൻറ്റു 5 ഇൻറ്റു 5/2 -hd ഇൻറ്റു 4 - x പ്ലസ് 107 ഇൻറ്റു 5. അത് സോൾവ് ചെയ്തു. ഇനി പാർഷ്യൽ ഡിറൈവ് ചെയ്തിരിക്കുകയാണ്. പാർഷ്യൽ ഡിറൈവ് ചെയ്യാൻ നേരത്ത് എച്ച് ഡിയുടെ ടേം ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം 0 ആയിട്ട് പോയി. പാർഷ്യൽ ഡിറൈവ് ചെയ്ത് കഴിയുമ്പോൾ 4 - x എന്നാണ് വരിക. ആ മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് x - 4 എന്ന് വന്നത്. ഇവിടെ ഐയുടെ വാല്യൂ ഐ എന്ന് തന്നെ ആയതുകൊണ്ട് ഇ ഇൻറ്റു ഐ എന്ന് കൊടുത്തു. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡി സിയുടെ മൊമെൻറ്റ് വാല്യൂം അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എച്ച് ഡിയും കിട്ടി. സി ബി എന്ന് പറഞ്ഞ പോർഷനിലെ മൊമെൻറ്റിൻ്റെ ഇക്വേഷനും അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എച്ച് ഡിയും കിട്ടി. ബി എന്ന് പറഞ്ഞ പോർഷൻ്റെ മൊമെൻറ്റും അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എച്ച് ഡിയും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ച ഇക്വേഷനിലേക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതായിരുന്നു നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ. ഈ ഇക്വേഷനിലേക്ക് നമ്മൾ 3 പോർഷൻ്റെയും എമ്മിൻ്റെ വാല്യൂം ഡോ എം ബൈ ഡോ എച്ച് ഡിയുടെ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് അതിനെ, ഇതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അടുത്ത സ്റ്റെപ്പിൽ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഇൻറ്റഗ്രേറ്റ് ചെയ്യുവാണ്. ഇവിടെ നമ്മൾ ഡയറക്റ്റ് കാൽക്കുലേറ്ററിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എച്ച് ഡിക്ക് ഒരു വാല്യൂ കിട്ടി 27.56 കിലോ ന്യൂട്ടൺ എന്ന വാല്യൂ എച്ച് ഡിക്ക് കിട്ടി. എച്ച് ഡി കാൽക്കുലേറ്റ് ചെയ്തു 27.56 എന്ന വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? എച്ച് എ കാൽക്കുലേറ്റ് ചെയ്യണം. എച്ച് എ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഇക്വിലിബ്രിയം ഇക്വേഷൻ എടുത്തു. സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ എടുത്തു. അപ്പോൾ 40 ലെഫ്റ്റ് സൈഡിലേക്കാണ് എച്ച് എയും, ലെഫ്റ്റ് സൈഡ് 40 റൈറ്റ് സൈഡിലേക്കാണ്, അതേ ഡയറക്ഷനിലേക്ക് തന്നെയാണ്, റൈറ്റ് സൈഡിലേക്കാണ് എച്ച് എ. എച്ച് ഡി ഇത് ഡയറക്ഷനിലേക്കാണ്, ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പോൾ സെയിം ഡയറക്ഷനുള്ള വാല്യൂവിന് 40 പ്ലസ് എച്ച് എ രണ്ടും ഒരേ ഡയറക്ഷനാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് എച്ച് ഡി -27.56. റൈറ്റിലേക്കുള്ളതെല്ലാം പോസിറ്റീവും ലെഫ്റ്റിലേക്കുള്ളതെല്ലാം നെഗറ്റീവായിട്ട് എടുത്തു. ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എച്ച് എ ഈസ് ഈക്വൽ ടു 12.44 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എച്ച് എയുടെ വാല്യൂ എന്ത് വന്നു? ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടി, -12.44 കിലോ ന്യൂട്ടൺ. എന്നും വെച്ചാൽ എന്താ നമ്മൾ മീൻ ചെയ്യേണ്ടത്? നമ്മൾ എടുത്തിരിക്കുന്ന എച്ച് എയുടെ ഡയറക്ഷൻ തെറ്റാണ്. എച്ച് എ എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും എച്ച് എ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എച്ച് എ വിൽ ബി ആക്ടിങ് ടുവേർഡ്സ് ലെഫ്റ്റ്. സോ നമ്മൾ അൺനോൺ റിയാക്ഷൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. വി എ ആക്ടിങ് അപ്വേർഡ്സ് 43 കിലോ ന്യൂട്ടൺ, വി ഡി ആക്ടിങ് അപ്വേർഡ്സ് 107 കിലോ ന്യൂട്ടൺ, എച്ച് ഡിയും എച്ച് എയും ടുവേർഡ്സ് ലെഫ്റ്റ്. അപ്പോൾ അൺനോൺ റിയാക്ഷൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ക്വസ്റ്റിനകത്ത് പറയുന്നത് നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം കൂടി കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ്. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമുക്ക് 2 സ്റ്റെപ്പ് ഉണ്ട് ഫോർ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്. ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫ്രെയിം ആയതുകൊണ്ട് 2 സ്റ്റെപ്പിലാണ് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റനിൽ ചെയ്ത കണക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ എടുക്കുന്നത്? നമുക്ക് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് വെച്ചിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കും. അതെങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇപ്പോൾ സി ഡി എന്ന് പറഞ്ഞ സ്പാനിൽ സി എന്ന് പറഞ്ഞ സപ്പോർട്ടിലും ഡി എന്ന് പറഞ്ഞ സപ്പോർട്ടിലും ഒരു സിമ്പിൾ സപ്പോർട്ട് ഉള്ളതായിട്ട് അസ്യൂം ചെയ്യും. എല്ലാ ജോയിൻറ്റിലും ഒരു സിമ്പിൾ സപ്പോർട്ട് ഉള്ളതായിട്ട് അസ്യൂം ചെയ്യും. എന്നിട്ട് അതിനകത്ത് ആക്ട് ചെയ്യുന്ന ലോഡ് വാല്യൂ വെച്ചിട്ട് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ സി ഡി എന്ന് പറഞ്ഞ സപ്പോർട്ട്സിൽ ലോഡൊന്നുമില്ല. അപ്പോൾ സി ഡി എന്ന് പറഞ്ഞതിനകത്ത് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഒന്നും വരയ്ക്കാനില്ല, സ്ട്രെയിറ്റ് ലൈൻ മാത്രം. ഇനി അതേ കണക്ക് തന്നെ ബി ഡി എന്ന് പറഞ്ഞ സ്പാനിലും എക്സ്റ്റേണൽ ലോഡൊന്നുമില്ല. സ്പാനിൽ ബി എ എന്ന് പറഞ്ഞ സ്പാനിൽ, ഈ സ്പാൻ നോക്കി എൻഡിൽ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ബി എ എന്ന് പറഞ്ഞ സ്പാനിനുള്ളിൽ ലോഡൊന്നും ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ബി എന്ന് പറഞ്ഞ സ്പാനിലും ബെൻഡിങ് മൊമെൻറ്റ് 0 ആണ്. ഞാൻ നോക്കി ബി സി നമ്മൾ എന്ത് ചെയ്യുന്നു, ബിയിൽ ഒരു സിമ്പിൾ സപ്പോർട്ട് ഉള്ളതായിട്ട് എടുക്കുന്നു, സിയിൽ ഒരു സിമ്പിൾ സപ്പോർട്ട് ഉള്ളതായിട്ട് എടുക്കുന്നു. ഇവിടെ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ എന്തായിരിക്കും ബെൻഡിങ് മൊമെൻറ്റ് ഒരു പാരബോള ആയിരിക്കും. പാരബോളയുടെ വാല്യൂ WL²/8. എ ഡിയിൽ ബെൻഡിങ് മൊമെൻ്റ് ഇല്ല, എ ബിയിൽ ബെൻഡിങ് മൊമെൻ്റ് ഇല്ല. ബി സിയിൽ നമുക്ക് എന്ത് വരുന്നു, സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ഒരു പാരബോള, ആൻഡ് പാരബോളയുടെ വാല്യൂ WL²/8. W30 L BC span 5² divided by 8. അപ്പോൾ 93.5 kN/m ആണ് ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ഈ അടുത്ത ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. സെക്കൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമുക്ക് ജോയിൻസിലെ മൊമെൻറ്റ്സ് ആണ് വേണ്ടത്, ജോയിൻസിലെയും സപ്പോർട്ട്സിലെയും മൊമെൻറ്റ്. ഇവിടെ നമുക്ക് എ എന്ന് പറഞ്ഞ സപ്പോർട്ടും ഡി എന്ന് പറഞ്ഞ സപ്പോർട്ടും സിമ്പിൾ സപ്പോർട്ട്സ് ആണ്. സിമ്പിൾ സപ്പോർട്ട്സിലെ ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും. അത് നമ്മൾ ആദ്യമേ പഠിച്ചതാണ്. സിമ്പിൾ സപ്പോർട്ട്സിലെ മൊമെൻറ്റ് 0 ആയിരിക്കും. Therefore മൊമെൻറ്റ് അറ്റ് എ വിൽ ബി 0 ആൻഡ് മൊമെൻറ്റ് അറ്റ് പോയിന്റ് ഡി വിൽ ബി 0. ഇനി മൊമെൻറ്റ് അറ്റ് സി കണ്ടുപിടിക്കണം. മൊമെൻറ്റ് അറ്റ് പോയിന്റ് സി കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക്, അല്ലെങ്കിൽ സിയുടെ താഴത്തേക്കുള്ള പോർഷൻ, ഇത്രയും പോർഷൻ മാത്രം കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഇത്രയും പോർഷൻ കൺസിഡർ ചെയ്യണം. നമുക്ക് എളുപ്പം എന്താണ്, സിയുടെ താഴത്തേക്കുള്ള സി ഡി എന്ന് പറഞ്ഞ സ്പാൻ മാത്രം കൺസിഡർ ചെയ്യുന്നതാണ് എളുപ്പം. അപ്പോൾ സി ഡി എന്ന് പറഞ്ഞ സ്പാൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് 2 ലോഡാണുള്ളത്, അല്ലെങ്കിൽ 2 റിയാക്ഷൻ കമ്പോണൻസ് ആണുള്ളത്. എസ് ഡി എന്ന റിയാക്ഷൻ കമ്പോണൻറ്റും വി ഡി എന്ന റിയാക്ഷൻ കമ്പോണൻറ്റും. ഇവിടെ വി ഡി എന്ന് പറഞ്ഞ റിയാക്ഷൻ കമ്പോണൻറ്റിൽ വെച്ച് മൊമെൻറ്റ് എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ദെയർ ഈസ് നോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇനി എസ് ഡി എന്ന് പറഞ്ഞ റിയാക്ഷൻ കമ്പോണൻറ്റിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 4 മീറ്റേഴ്സ്. അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും, സിയെ പുറത്തേക്ക് ബെൻഡ് ചെയ്യാനായിരിക്കും. പുറത്തേക്ക് എന്ന് പറയുമ്പോൾ ഹോഗിങ് ആയിരിക്കും കോസ് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് വാല്യൂ -27.56 × 4 ആണ് മൊമെൻറ്റ് അറ്റ് സിയുടെ വാല്യൂ. സി നമുക്ക് നോക്കാം. മൊമെൻറ്റ് അറ്റ് സി 27.56 × 4 ഇവിടെ ഒന്ന് ഇടിക്കുന്നു, അത് പുറത്തേക്ക് ബെൻഡ് ചെയ്യുന്നു. ഇനി മൊമെൻറ്റ് അറ്റ് ബി എടുക്കാനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഇത്രയും പോർഷൻ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ബി എ എന്ന് പറഞ്ഞ പോർഷൻ കൺസിഡർ ചെയ്യാം. നമുക്ക് എളുപ്പം ബി എ എന്ന് പറഞ്ഞ പോർഷൻ കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ ബി എ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻ എടുക്കാൻ പറ്റില്ല. എടുക്കാൻ പറ്റുന്നത് 12.44 എന്ന ഹൊറിസോണ്ടൽ റിയാക്ഷൻ. അപ്പോൾ 12.44 വന്ന് ഇവിടെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ബി ഉള്ളിലേക്കായിരിക്കും ബെൻഡ് ചെയ്യുന്നത്. ഉള്ളിലേക്ക് ബെൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ്സ് ഹാക്കിങ് കോസ് ചെയ്യുന്നതുകൊണ്ട് പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ മൊമെൻറ്റ് വാല്യൂ 12.44 × 4, 12.44 × 4 പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ്. ഇനി ഈ വാല്യൂസ് എല്ലാം നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രമായിട്ട് വരയ്ക്കുകയാണ്. സി ഡി എന്ന് പറഞ്ഞ പോർഷൻ നമ്മൾ ഔട്ട്വേർഡ്സ് നെഗറ്റീവും ഇൻ പോസിറ്റീവും. ഇവിടെ തന്നെ എങ്ങനെ, ഉള്ളിൽ പോസിറ്റീവ് വാല്യൂ, പുറത്തേക്ക് നെഗറ്റീവ് വാല്യൂ. ഉള്ളിൽ പോസിറ്റീവ്, പുറത്ത് നെഗറ്റീവ് വാല്യൂ. മൊമെൻറ്റ് അറ്റ് ഡി എന്തായിരുന്നു, 0 ആയിരുന്നു. മൊമെൻറ്റ് അറ്റ് സി കിട്ടിയത് -110.24. അതാണ് ഈ വരച്ചിരിക്കുന്നത്. ബേസ് ലൈന് പുറത്തേക്ക് -110.24. ഇനി ബി സി എന്ന് പറഞ്ഞ സ്പാൻ എടുത്തു. ബി സി എന്ന് പറഞ്ഞ സ്പാനിൽ സിയിൽ എന്താണ്, നെഗറ്റീവ് വാല്യൂ ആണ്. അതുകൊണ്ട് അത് മുകളിലേക്ക് വരച്ചു 110.24. ഇനി ബിയിൽ കിട്ടിയത് പോസിറ്റീവ് വാല്യൂ ആണ്. അതുകൊണ്ടാണ് ബേസ് ലൈനിന് താഴത്തേക്ക് വരച്ചത് 49.76. ഇനി ബി എന്ന് പറഞ്ഞ പോർഷനിൽ എയിൽ നെഗറ്റീവ് വാല്യൂ ആണ്, ബിയിൽ പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ടാണ് ബേസ് ലൈനിന് അകത്തേക്ക് നമ്മൾ വരച്ചിരിക്കുന്നത് 49.76 kN/m. ഇനി ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഫൈനൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രമാണ് ഈ വരച്ചിരിക്കുന്നത്. എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് വരച്ചിരിക്കുകയാണ് ഫൈനൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം.